എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ന്യൂ ബോൺ ബേബിക്ക് വേണ്ടിയിട്ടുള്ള പട്ടുപാവാടയുടെ ബ്ലൗസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. പട്ടുപാവാട ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ബേസിക് ആയിട്ട് പട്ടുപാവാട ചെയ്യേണ്ടത് എന്നുള്ള മെത്തേഡ് ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് പോയി കാണാം. ഞാൻ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബ്ലൗസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. മെയിൻ ഫാബ്രിക്കും അതുപോലെ തന്നെ ലൈനിങ്ങും ഹാഫ് മീറ്റർ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഹാഫ് മീറ്റർ മൊത്തം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ കുറച്ച് വർക്കുകൾ ഈ ഒരു ബ്ലൗസിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് ഫുള്ള് യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കട്ടിങ് സ്റ്റിച്ചിങ് എന്നുള്ളത് കാണാം. ലൈനിങ് നല്ല രീതിക്ക് അയൺ ചെയ്തിട്ട് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഈ രണ്ടാക്കി മടക്കിയിടുന്ന സമയത്ത് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം എനിക്ക് നേരെ പാരലൽ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് ഒരു ഹാഫ് ഇഞ്ച് നമുക്ക് തയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സീം അലവൻസ് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. കാരണം ബാക്കിൽ ഹൂക്കും അയ്യും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതേപോലെ ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇനി ബാക്കി ബാലൻസ് വന്നിരിക്കുന്ന ക്ലോത്ത് നമ്മൾ ഈ ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്തിടുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു രീതിയിൽ വേണം ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ താഴെ ഇരിക്കുന്ന രണ്ട് പീസിൽ മാത്രം ഹാഫ് ഇഞ്ച് എക്സ്ട്രാ ഉണ്ടാവും. മുകളിലിരിക്കുന്ന ഭാഗം, അതായത് ഈ ലൈനിൽ ടച്ച് ചെയ്യുന്ന ഭാഗം ഫോൾഡഡ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഈ രീതിയിൽ തന്നെ ഇടുക. അപ്പൊ നമുക്ക് ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് ബ്ലൗസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുള്ള ഹാഫ് ഇഞ്ചിലല്ല, നമ്മൾ ആ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്നാണ് അളവൊക്കെ മാർക്ക് ചെയ്യുക കേട്ടോ. ഈ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുള്ള ഹാഫ് ഇഞ്ച് ശ്രദ്ധിക്കുകയേ വേണ്ട, അത് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അപ്പൊ എത്രയാണ് ഷോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്യുക. നമ്മളിവിടെ ഒരു 3 മാസമുള്ള ഒരു കുട്ടീന്റെ അളവിലാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ കുട്ടികളും ഒരേ അളവായിരിക്കില്ല, വ്യത്യസ്തമായിരിക്കും. അപ്പൊ നിങ്ങൾ കഴിയുന്നതും നിങ്ങളുടെ കുട്ടീന്റെ അളവ് എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇപ്പൊ ഷോൾഡർ ആയിട്ട് നമ്മൾ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ആ 3.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ ഈ കാലും ഹാഫും കഴിഞ്ഞിട്ട് അതിന് രണ്ടിനും നടുക്കായിട്ടൊരു പോയിന്റ് ഉണ്ടാവില്ല, ആ പോയിന്റ് ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ആം ഹോൾ, അതിനുശേഷം ആം ഹോൾ ലെങ്ത് 3.5 ഇഞ്ചാണ്. അതേ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു എൽ ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. ചെസ്റ്റ് വിഡ്ത്ത് ആയിട്ട് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിന് കൂടെ ഞാൻ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഉള്ളത് ഞാൻ കട്ട് ചെയ്യും. അപ്പൊ ആദ്യം തന്നെ കുറച്ച് അധികം എടുക്കുക, എന്നിട്ട് എക്സ്ട്രാ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ബ്ലൗസിന്റെ ലെങ്ത് ആയിട്ട് 7 ഇഞ്ചാണ്. ഹാഫ് ഇഞ്ച് മുകളിലും ഹാഫ് ഇഞ്ച് താഴെയും തയ്ക്കാൻ സീം അലവൻസും കൂടി ചേർത്ത് 8 ഇഞ്ചാണ് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ടോട്ടൽ ലെങ്ത് ആയിട്ട് 8 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടേക്കുള്ള വിഡ്ത്ത് ആയിട്ട് ഒരു 4.25 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അവിടെ ഇതേപോലെ ഒരു 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബോട്ടം ലെങ്ത്തിലേക്ക് വരിക. പക്ഷെ ന്യൂ ബോൺ ബേബീസ്, അതായത് 6 മാസത്തിന്റെ താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു ഷേപ്പ് ചെയ്യാൻ പാടില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസമൊക്കെ കഴിയുമ്പോഴാണ് കുട്ടികൾ കമന്ന് കിടക്കാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് ഈ വയറ് തറയിലൊക്കെ, അതായത് വയറ് നിലത്തൊക്കെ തട്ടി 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 വയറ് കുറയുന്നത്. ജനിച്ച കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അല്ലാത്ത മക്കൾക്ക് വയറുണ്ടാവും, കുറച്ചെങ്കിലും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഷേപ്പ് നമ്മൾ എപ്പോഴും ചെറിയ കുട്ടികൾക്ക്, ന്യൂ ബോൺ ബേബീസിന് ക്രിയേറ്റ് ചെയ്യില്ല. ഇതുപോലെ റാൻഡം ആയിട്ട് വിടുകയാണ് ചെയ്യുക. ആ ഏരിയ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ആ ഒരു ഷേപ്പ് കുട്ടികളെ ഡ്രസ്സിൽ വരച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആം ഹോൾ വരയ്ക്കാം. നോർമൽ ആം ഹോൾ വരയ്ക്കുന്ന പോലെ തന്നെ ഒരു ആം ഹോൾ വരച്ചിട്ടുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സെപ്പറേറ്റ് ഒന്നും വരച്ചിട്ടില്ല. സെയിം ഒറ്റൊന്നേ വരച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഈ വരച്ച പ്രകാരം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി അധികം ലെങ്ത് എടുത്തിട്ടുണ്ട്. കാരണം ഇത്രയും ചെറിയ കുട്ടിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഡ്രസ്സ് തയ്ക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു കൺസേൺ എന്നുള്ള രീതിക്ക് കുറച്ചധികം ഇതേപോലെ ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താഴ്ഭാഗം കട്ട് ചെയ്യാം. 1.25 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഈ 1.25 ഇഞ്ചിലേക്ക് നമ്മൾ നേരത്തെ ഷോൾഡർ സ്ലോപ്പിന് ഒരു പോയിന്റ് മാർക്ക് ചെയ്തല്ലോ, ആ പോയിന്റ് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചിട്ട് ആ ഭാഗം കൂടി കട്ട് ചെയ്യുന്നുണ്ട്. ഇത് റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യാൻ. ഫ്രണ്ടിലേക്കുള്ള പീസ് ഫുൾ പീസ് ആയിട്ട് ഇട്ടാവും, ബാക്കിലേക്ക് 2 പീസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സെയിം എങ്ങനെയാണോ ലൈനിങ് ഫോൾഡ് ചെയ്തത് അതേപോലെ തന്നെ മെയിൻ ഫാബ്രിക് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു പീസ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് സെയിം ആയിട്ട് തന്നെ കിട്ടും. കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. വളരെ സിമ്പിൾ ആണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി നമുക്ക് നെക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് വരയ്ക്കാം. ഞാൻ ക്യാൻവാസ് പേപ്പറിൽ ഇതേപോലെ 2 നെക്ക് വരച്ചിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് സ്വീറ്റ് ആർട്ട് നെക്കും ബാക്കിലേക്ക് റൗണ്ട് നെക്കും ആണ് വരച്ചത്. എക്സ്ട്രാ ഒരു ഹാഫ് ഇഞ്ച് സീം അലവൻസ് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ടാണ് ബാക്കിലേക്കുള്ള നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത്. 2 പീസായിട്ടാണ് കട്ട് ചെയ്തത് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് നെക്ക് വേണമെങ്കിലും വരയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് വരയ്ക്കാം. ഞാൻ 1.25 ഇഞ്ച് നെക്ക് എടുത്തും ബാക്കിലെ നെക്കിന് ഒരു 2 ഇഞ്ച് ഇറക്കമാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നെക്കിന് ഒരു 3 ഇഞ്ച് ഇറക്കം കൊടുത്തിട്ടുണ്ട്. കാരണം സ്വീറ്റ് ആർട്ട് നെക്ക് ആയതുകൊണ്ട് ആ ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഭാഗം ഇതിന് 3 ഇഞ്ചിൽ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത്. നെക്ക് വിഡ്ത്തും നെക്കിന് ലെങ്ത്തും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാം.
ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം ഫ്രണ്ടിലെ പീസ് വെച്ചിട്ടുണ്ട്. അതിന്റെ സെന്ററിലായും കൊണ്ട് ലൈനിങ് വെക്കുന്നുണ്ട്. അതിന്റെ സെന്ററിലായിട്ട് നമ്മൾ ഈ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻവാസ് പേപ്പർ വെക്കുന്നുണ്ട്. നിങ്ങൾ ഈ ക്യാൻവാസ് പേപ്പർ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ലൈനിങ്ങിൽ നെക്ക് കട്ട് ചെയ്തിട്ട് ചെയ്താലും മതി. ഞാൻ കുറച്ചും കൂടി പെർഫെക്ഷന് വേണ്ടിയിട്ട് ക്യാൻവാസ് പേപ്പർ എടുത്തു എന്നേ ഉള്ളൂ. അപ്പൊ എന്താണോ ക്യാൻവാസ് പേപ്പറിലുള്ള നെക്കിന്റെ ഷേപ്പ് അത് ഞാൻ അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ സ്വീറ്റ് ആർട്ട് നെക്കാണ് വരച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഷേപ്പ് ഞാൻ അതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ട് സൈഡിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലൈനിങ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ആം ഹോളും കൂടി ഒന്ന് ഫിനിഷ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ആം ഹോൾ ഫിനിഷ് ചെയ്യണം. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ആം ഹോൾ ഒന്ന് ഫിനിഷ് ചെയ്യാം. ആം ഹോളിന്റെ ഭാഗവും ഇതേപോലെ ഒരു 1/4 ഇഞ്ചിൽ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്തിരിക്കുന്ന സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക. അതിപ്പോൾ ആം ഹോളിന്റെ ഭാഗത്തായാലും നെക്കിന്റെ ഭാഗത്തായാലും എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുക. ഇനി നെക്കിന്റെ കോർണേഴ്സിലൊക്കെ ഇതേപോലെ ചെറിയ കട്ട് കൊടുക്കുക. ഈ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആം ഹോളിന്റെ ഭാഗത്തും കട്ട് കൊടുക്കാം. കാരണം മറിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് മറിച്ചെടുക്കണം. ആം ഹോളിന്റെ രണ്ട് ഭാഗവും നെക്കും നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം അതായത് ഷോൾഡറിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഷോൾഡറിന്റെ ഭാഗത്ത് കൂടെ വേണം നമ്മളിത് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നല്ല ഭാഗം പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. മറിച്ചെടുത്തതിന് ശേഷം നല്ല രീതിക്ക് ഇതിനെ ഒന്ന് എന്ത് ചെയ്യുക, അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റിച്ച് വരുന്ന അത്രയും ഭാഗങ്ങൾ നമ്മൾ ഒന്നും കൂടി പതിച്ചടിക്കുകയാണ്. കാരണം അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഫ്രണ്ടിലെ പീസ് ചെയ്തിരിക്കുന്നത്. സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഫ്രണ്ടിലെ പീസിനെ കറക്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് മുകളിലേക്ക് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 1.25 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ഇഞ്ച് നമുക്ക് തയ്ക്കാനായിട്ട് അവിടെ സീം അലവൻസ് പോകും. ബാക്കി 1.25 ഇഞ്ചാണ് നമ്മൾ ആ ഒരു സെന്റർ പോർഷൻ ഇങ്ങനെ ഒരു വി ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ചെറിയ കുട്ടി ആയതുകൊണ്ട് അത്ര മതിയാവും. നിങ്ങൾക്ക് കുറേ കൂട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം. അതായത് നല്ല രീതിയിൽ വയറ് കാണണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മുകളിലേക്ക് മാർക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇതാണ് ഒരു മെത്തേഡ്. ഇനി നമുക്ക് സൈഡിലേക്ക് വരാം. 2 ഇഞ്ച് നമ്മൾ അവിടെ സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് മാർക്ക് ചെയ്ത പോയിന്റ് ഈ 2 ഇഞ്ചിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇനി ഈ പീസ് ഒന്ന് നിവർത്തിയതിന് ശേഷം ഈ കട്ട് ചെയ്ത ഭാഗം ഞാൻ ഇതേപോലെ ഒന്ന് റാൻഡം ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാൻവാസ് പേപ്പർ എടുക്കുക. അത്യാവശ്യം വീതിയും നീളവും ഉള്ള ഒരു ക്യാൻവാസ് പേപ്പർ എടുക്കുക. അപ്പോൾ ഞാൻ എടുത്ത ക്യാൻവാസ് പേപ്പർ സെന്റർ പോർഷൻ കീറിപ്പോയി. അതുകൊണ്ടാണ് ഞാനിവിടെ സെന്ററിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ക്യാൻവാസ് പേപ്പറിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രണ്ടിലെ പീസ് വെച്ച് കൊടുക്കുക. ബ്ലൗസിന്റെ മുകളിലുള്ള ഡിസൈൻ ഒന്ന് ക്യാൻവാസ് പേപ്പറിലേക്ക് പകർത്തി വരയ്ക്കുക. കുറച്ച് ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് ബാക്കിയുള്ള ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്യാം. ഒരു 1 ഇഞ്ചോളം ക്യാൻവാസ് പേപ്പർ വെക്കുക കേട്ടോ. അല്ലെങ്കിൽ 1/4 ഇഞ്ച് ടു 1 ഇഞ്ച് വരെ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ ക്യാൻവാസ് പേപ്പർ ഏതെങ്കിലും ഒരു ക്ലോത്തിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. ലൈനിങ്ങിൽ അയൺ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനിവിടെ ഹാങ്ങിങ് ആയിട്ടുള്ള ലേസ് ആണ് എടുത്തിരിക്കുന്നത്. ലേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലേസ് വെച്ച് കൊടുക്കുക. ഇനി ലേസ് അല്ല നിങ്ങൾ ബീഡ് വർക്ക് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ മൊത്തം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം ബീഡ്സ് പിടിപ്പിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിന്റെ മുകളിലേക്ക് അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻവാസ് പേപ്പർ എടുക്കുക. ഈ സെന്റർ കറക്റ്റ് ആക്കി ഇതേപോലെ വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പ് അതേപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ബീഡ് വർക്കൊക്കെ വരുന്ന ലേസ് ആവുന്ന സമയത്ത് സിംഗിൾ ഹൂട്ട് ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഫിനിഷിങ്ങോട് കൂടിയിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കോർണറൊക്കെ എത്തുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് അതേപോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആ കോർണേഴ്സിലൊക്കെ ഇതേപോലെ കട്ട് കൊടുക്കുക. എന്നാലേ നമുക്ക് പുറത്തേക്ക് എടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ വെച്ചിരിക്കുന്ന ഈ ക്യാൻവാസ് പേപ്പർ നല്ല ഭാഗത്ത് നിന്ന് ചീത്ത ഭാഗത്തേക്ക് ഇതേപോലെ മറയ്ക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് അയൺ ചെയ്യാം. അയൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ സെയിം സ്റ്റിച്ച് തന്നെ ഒരു ടോപ്പ് സ്റ്റിച്ച് ആയിട്ട് കൊടുക്കുക. അതായത് ഏതാണോ ഷേപ്പ് നിങ്ങൾ കൊടുക്കുന്ന ഷേപ്പ് ഏതാണോ ആ ഒരു ഷേപ്പ് അതേപോലെ തന്നെ ഒന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹാങ്ങിങ് അവിടെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. ഇനി ബാക്ക് പീസ് എടുക്കാം. ബാക്ക് പീസ് എടുക്കുമ്പോൾ അതേപോലെ 2 പീസായിട്ടായിരിക്കും ഉണ്ടാവുക. അതിലേക്ക് ഹൂക്കും അയ്യും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ 2 പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് 2 ഇഞ്ച് വിടുത്തുള്ള പീസും ഒന്ന് 3 ഇഞ്ച് വിടുത്തുള്ള പീസുമാണ് എടുത്തിരിക്കുന്നത്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത സെയിം മെത്തേഡാണ്. മെയിൻ ഫാബ്രിക്, അതിൻ്റെ മുകളിൽ ലൈനിങ്, അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ക്യാൻവാസ് പേപ്പറിൽ അയൺ ചെയ്തിരിക്കുന്ന നെക്ക്. പക്ഷെ ഇത് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് ആദ്യം 1/2 ഇഞ്ച് എത്രയാണോ നിങ്ങൾ സീം അലവൻസിന് ആദ്യം വിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യുക.
അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എത്രയാണോ നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ 1.25 ഇഞ്ചാണ്. ആ 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റിലേക്ക്, അതായത് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമ്മുടെ ക്യാൻവാസ് പേപ്പർ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. പിൻ കുത്തി കൊടുക്കുക. എന്താണോ ക്യാൻവാസ് പേപ്പറിലുള്ള നെക്കിന്റെ ഷേപ്പ് അത് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ തന്നെ ആം ഹോളിന്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്യുക. ആം ഹോളിന്റെ ഭാഗവും നെക്കിന്റെ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ മറിച്ചെടുത്തിട്ടില്ല. ഈ മറിച്ചെടുക്കുന്നതിന് മുന്നേ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്യാം. ഫ്രണ്ടിലെ പീസ് എടുക്കുക. ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശം ബാക്കിലെ പീസിന്റെ നല്ല വശത്തും, ഫ്രണ്ടിലെ പീസിന്റെ ചീത്ത വശം ബാക്കിലെ പീസിന്റെ ചീത്ത വശത്തും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഈ ബാക്ക് പീസിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഫ്രണ്ടിലെ പീസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു നെക്ക് ഫിനിഷ് ചെയ്യാൻ പാടില്ല. ഷോൾഡറിന്റെ പോർഷൻ ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യുക. ഷോൾഡറിന്റെ പോർഷൻ ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. നിവർത്തിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, നമ്മുടെ ഷോൾഡറിന്റെ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒപ്പം കൺസീൽ ചെയ്തിട്ടും കൂടിയാണ് വന്നിരിക്കുന്നത്. ആം ഹോളിന്റെ ഭാഗം നെക്കിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടേ ഉള്ളൂ, പതിച്ചടിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആം ഹോളിന്റെ പോർഷനിൽ സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് ആ ഷോൾഡറിന്റെ ഭാഗത്ത് ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നെക്കിന്റെ ഷേപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അവിടുന്ന് നേരെ താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്തിനാ താഴേക്ക് സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഹൂക്കും അയ്യും കൊടുക്കുന്ന സമയത്ത് മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും തമ്മിൽ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ താഴേക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക. ഇനി ഹൂക്കും അയ്യും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്യുക. അതെങ്ങനെയാണെന്നുള്ളത് കാണാം. ഹൂക്ക് കൊടുക്കുന്ന ഭാഗത്ത് 2 ഇഞ്ച് വിടുത്തുള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. മെയിൻ ഫാബ്രിക്കിന്റെ നല്ല വശത്തിന്റെ മുകളിൽ ഈ ഒരു പീസിന്റെ നല്ല വശം വെച്ച് കൊടുക്കുന്നുണ്ട്. നെക്കിന്റെ ഭാഗത്ത് കുറച്ചധികം ക്ലോത്ത് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നെക്ക് ഓൾറെഡി നമ്മൾ ഫിനിഷ് ചെയ്തതാണ്. അതുകൊണ്ടാണ് നെക്കിന്റെ ഭാഗത്ത് കുറച്ചധികം ക്ലോത്ത് വെക്കാൻ വേണ്ടി പറയുന്നത്. അതായത് ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്യുക. അതിനെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഉള്ളോട്ടേക്ക് മടക്കി കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ എക്സ്ട്രാ വെച്ചിരിക്കുന്ന ഈ ഒരു പീസ് പുറമേക്ക് വിസിബിൾ ആവാത്ത രീതിയിൽ കറക്റ്റ് നമ്മൾ ആ 1/2 ഇഞ്ച് കൊടുത്തിട്ടുള്ള സീം അലവൻസ് കറക്റ്റ് ആക്കി ഉള്ളോട്ട് മടക്കുന്ന രീതിയിൽ, ഒട്ടും എക്സ്ട്രാ വെച്ചിട്ടുള്ള ക്ലോത്തിനെ പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഹൂക്ക് കൊടുക്കുന്ന ഭാഗം പെർഫെക്റ്റ് ആയി. ഇനി നമുക്ക് ഐ കൊടുക്കുന്ന ഭാഗം എങ്ങനെയാ ചെയ്യാൻ നോക്കാം. സെയിം ഇതേപോലെ തന്നെ മെയിൻ ഫാബ്രിക്കിന്റെ മുകളിൽ എടുത്തിരിക്കുന്ന പീസിനെ നല്ല വശം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ 2 മടക്കി കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ക്ലോത്ത് വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ അതേപോലെ 2 മടക്കിയത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെക്കിന്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് എക്സ്ട്രാ വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്യുക. ഈ 1/2 ഇഞ്ച് വെച്ചിരിക്കുന്ന ക്ലോത്തിനെ ഉള്ളോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്നുകൂടെ മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇരിക്കുന്ന പീസ് പുറത്തേക്ക് വിസിബിൾ ആവും. അതായത് കുറച്ച് ഒരു തിക്നെസ്സിൽ ഇങ്ങനെ പുറത്തേക്ക് വിസിബിൾ ആവും. അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഹൂക്ക് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇതുപോലെയാണ് നമ്മൾ ഹൂക്കും അയ്യും ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിനെ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൗസിന്റെ ആം ഹോളിന്റെ ഭാഗത്ത് 2 സൈഡിലായിട്ട് നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതായത് ക്ലോത്തിൽ തന്നെ കുഞ്ഞു കുഞ്ഞു ഗാദേഴ്സ് ആയിട്ട് ഇതേപോലെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അത് ഭയങ്കര ട്രെൻഡിങ് ആണ് ബ്ലൗസിൽ വരുന്നത്. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ആം ഹോൾ ടു നെക്കിന്റെ വിഡ്ത്ത് എടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു വിഡ്ത്ത് എടുക്കുന്ന സമയത്ത് 1.5 ഇഞ്ചാണ് അവിടുത്തെ വിഡ്ത്ത്. അപ്പൊ ആ 1.5 ഇഞ്ച് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭാഗം 1.5 ഇഞ്ച് അതന്നെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ചും കൂടി വേണം. അപ്പൊ 1.5 to 1.5 3 ഇഞ്ച് പ്ലസ് അതിലേക്ക് നമുക്ക് തയ്ക്കാനുള്ള സീം എലമെന്റ്സും കൂടി ചേർത്ത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പീസിന് എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള പീസിനെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാനൊന്ന് റഫായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. കാരണം ഞാനത് കട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. അപ്പൊ ഇതേപോലെ നല്ല വശം ഉള്ളിൽ വരത്തക്ക രീതിയിൽ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് നിവർത്തിയെടുക്കുക. അതായത് മെയിൻ ഫാബ്രിക് പുറത്തേക്ക് എടുക്കുക. മെയിൻ ഫാബ്രിക് പുറത്തേക്ക് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ച് അടിവശത്തേക്ക് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. ഇതേപോലെ 2 പീസും ചെയ്തെടുക്കുക. ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിനെ കുഞ്ഞു കുഞ്ഞു ഗ്യാദേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മെയിൻ ഫാബ്രിക്കിന്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ആദ്യമേ കുഞ്ഞു കുഞ്ഞു ഗ്യാദേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെയാണ്
ഈ ഒരു സെൻറ്ററിൽ മാത്രമാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. അതായത് 2 സൈഡിലും സ്റ്റിച്ച് കൊടുക്കരുത്. കറക്റ്റ് സെൻറ്ററിൽ മാത്രം സ്റ്റിച്ച് കൊടുക്കണം. അപ്പോഴാണ് 2 സൈഡും ഇങ്ങനെ പൊങ്ങിയിരിക്കുക. അപ്പോഴാണ് കാണാൻ ഭംഗിയുണ്ടാവുക കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് ആണ് സൈഡിലൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 1.5 ഇഞ്ചിന്ന് ഇതേപോലെ നമ്മൾ ഈ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിരിക്കുന്ന പീസ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡ് എത്തുന്ന സമയത്തും ഇതേപോലെ 1.5 ഇഞ്ചിൽ അത് നിർത്തുക. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക. ഇനി നമുക്ക് അളവ് പ്രകാരം സൈഡ് സ്റ്റിച്ച് ചെയ്യാം. സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു 1 ഇഞ്ച് സീം അലവൻസ് വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള സീം അലവൻസ് കട്ട് ചെയ്ത് കളയുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ പീസ് ഓൾറെഡി താഴ്ഭാഗം ഫിനിഷ് ചെയ്തതാണ്. ഇനി ബാക്കിലെ പീസിൻ്റെ താഴ്ഭാഗമാണ് ഫിനിഷ് ചെയ്യാനുള്ളത്. അതിന് ഇതേപോലെ ഒരു പീസ് എടുക്കുക. ഒരു 1.5 ഇഞ്ച് വിടുത്തുള്ള ഒരു പീസ് എടുത്തിട്ട് അതിനെ 2 മടക്കി കൊടുത്തിട്ട് ഈ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിൽ ഈ ഒരു പീസ് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ച് ബാക്കോട്ടേക്ക് പതിച്ചടിച്ചു കൊടുക്കുക. ബാക്ക് ഭാഗവും ഫിനിഷ് ആയിട്ട് കിട്ടും. ഇതാണ് ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ ഇതേപോലെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമ്മളൊരു ബോ കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു ബ്ലൗസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.